നമസ്കാരം. പാകിസ്ഥാൻ വഴി യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിച്ചുകൊണ്ടൊരു വെടിനിർത്തൽ വേണ്ട, യുദ്ധം തുടരാം എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഈ ഒരു സമയത്ത് റഷ്യ ശക്തമായ ചില വാക്കുകൾ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെയൊക്കെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണം, വേണമെങ്കിൽ റഷ്യ മധ്യസ്ഥത വഹിക്കാം എന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലൂടെ തന്നെ ഒരു കരയുദ്ധത്തിന് വേണ്ട നീക്കങ്ങൾ നടത്തിയിരുന്നു. 3500ഓളം മറീനുകളെ ഇവിടെ ഹോർമോസ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ട്രംപ് അയച്ചിരുന്നു. അവരേറെക്കുറെ ലക്ഷ്യസ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി ട്രംപിന്റെ ഒരു ഉത്തരവ് മാത്രം മതി യുദ്ധം തുടങ്ങാൻ, കരയുദ്ധം തുടങ്ങാൻ. എന്തായാലും കരയുദ്ധത്തിലേക്ക് വന്ന ആളുകളെ ഇറാൻ സ്വാഗതം ചെയ്യുകയാണ്. 10 ലക്ഷത്തോളം സൈനികരെ അണിനിരത്തിക്കൊണ്ടാണ് ഇവിടെ ഇറാൻ യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ ഇറാൻ പൗരന്മാർ സൈനിക സേവനത്തിന് താല്പര്യം അറിയിച്ച്, സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു കരയുദ്ധം ഉടൻ ഉണ്ടാകും എന്ന രീതിയിലുള്ള പല വിലയിരുത്തലുകളും പല ഭാഗത്തു നിന്നും വരുമ്പോൾ ഇവിടെ ഇസ്രായേൽ പറയുന്നത് കരയുദ്ധത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ ഇവിടെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കോളാം, അതുപോലെ തന്നെ അമേരിക്കക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ കൈമാറിക്കോളാം, അല്ലാതെ കരയുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സൈന്യത്തെ ഞങ്ങൾ അയക്കില്ല, അതിനുള്ള ശേഷി ഇപ്പോഴില്ല എന്ന് ഇസ്രായേൽ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക മേധാവി പറഞ്ഞ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഇവിടെ എടുത്തു പറയേണ്ടി വരുന്നത്. ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇയാൽ സമീർ പറഞ്ഞത് IDF തകർച്ചയുടെ വക്കിലാണ്. ഇനിയും ഇവിടെ സൈന്യത്തിലേക്ക് ആളുകളെ കിട്ടാതിരുന്നാൽ പൂർണ്ണമായും IDF തകർന്നു പോകും, രാജ്യസുരക്ഷയെ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും, വേണ്ടപ്പെട്ടവർ ഇടപെട്ട് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്നതാണ് ഇയാൽ സമീറിന്റെ ആവശ്യം. ഒരേ സമയം ലബനോനുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അവിടെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം 10ഓളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, സ്ഥിരമായി പരിക്കേറ്റ അവസ്ഥയിലാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇനി സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കാൻ കഴിയില്ല, അത്തരമൊരവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഗസയിൽ ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യമനിലെ ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആക്രമണമാണ് ഇവിടെ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ കാഷ്വാലിറ്റികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യക്ഷാമം തീർക്കണമെന്നാണ് ഇയാൽ സമീർ ആവശ്യപ്പെട്ടത്. ഈ ഒരു സമയത്താണ് അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിരുന്നത് ഇവിടെ ഇറാനുമായി. ഇപ്പോൾ ഇസ്രായേൽ ഇവിടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കരയുദ്ധവുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണോ ഇസ്രായേൽ പിന്മാറുന്നത്? വലിയ നഷ്ടം അവർക്കുണ്ടാകുമെന്നുള്ള ഭയമാണോ? അപ്പുറത്ത് വലിയ എതിരാളികൾ ഇസ്രായേലിനെ കാത്തിരിക്കുകയാണ്. ചെച്ചൻ ഗറില്ലകളാണ് ഇവിടെ യുദ്ധമുഖത്തേക്ക് ഇറാനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി രംഗത്തെത്തുന്നത്. അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇറാനിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള ചെച്ചൻ ഗ്രൂപ്പ്, അവര് ഈ ഗറില്ല യുദ്ധമുറകളുടെ കാര്യത്തിൽ വളരെയധികം മുന്നിലുള്ള ഒരു വിഭാഗമാണ്. ആധുനിക ആയുധങ്ങളൊന്നും അവർക്ക് വേണ്ട. കരയുദ്ധത്തിൽ എത്ര പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണെങ്കിലും ഭൂപ്രകൃതി ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല. പർവ്വതങ്ങളിലാണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും ഒരേ സമയം അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്, ശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ഇറാനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ഒരു വാർത്തയും ഇസ്രായേലിന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു മുമ്പായി വന്നിട്ടുണ്ട്. ഈ ചെച്ചൻ ഗറില്ലകളെ ഭയന്നിട്ടാണോ ഇസ്രായേൽ യുദ്ധമുഖത്ത് നിന്നും മാറി നിൽക്കുന്നത് എന്നുകൂടെ ഈ ഒരു സമയത്ത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് ശക്തമായ രീതിയിൽ തന്നെ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇവിടെ അമേരിക്കക്കാർ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ്. ഇസ്രായേലിനു വേണ്ടി യുദ്ധത്തിനിറങ്ങി അവസാനം ഇസ്രായേൽ കരയുദ്ധത്തിൽ സഹകരിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻ ഉപദേഷ്ടാവായിട്ടുള്ള സ്റ്റീവ് ബാനൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ സ്റ്റീവ് ബാനന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ അമേരിക്കയിലെ മയാമി ലക്ഷറി അപ്പാർട്ട്മെന്റിൽ ഇവിടെ ഷിൻബെറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോടികൾ ചെലവഴിച്ച് ഇസ്രായേൽ ഗവൺമെന്റിന്റെ നികുതി പണമെടുത്ത് കോടികൾ ചെലവഴിച്ച് അവിടെ സുഖവാസം നയിക്കുകയാണ്. ഈ യായിർ നെതന്യാഹുവിനെ പിടിച്ച് പട്ടാള യൂണിഫോം ഇട്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ മുൻനിരയിൽ കൊണ്ടുപോയി നിർത്തണം എന്നുള്ളതാണ് സ്റ്റീവ് ബാനന്റെ ആവശ്യം.
ഇത് ഓരോ അമേരിക്കക്കാരുടെയും ആവശ്യമാണ്. അവരത് പറഞ്ഞ് തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേലിന് വേണമെങ്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യട്ടെ, ട്രംപ് അല്ല യുദ്ധം ചെയ്യേണ്ടത്, ട്രംപ് ഈ രാജാവ് കളി അവസാനിപ്പിക്കണം, ഭരണമാറ്റം വേണ്ടത് ഇറാനിലല്ല അമേരിക്കയിലാണ് എന്ന് ട്രംപിന്റെ ബന്ധുക്കൾ പോലും അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ ഈ കരയുദ്ധത്തിൽ നിന്നുമുള്ള പിന്മാറ്റം ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുകയാണ്.